ഹായ്, വെൽക്കം ബാക്ക്. TSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ IR ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്കായിരുന്നു കഴിഞ്ഞ ലെക്ചറിൽ കണ്ടത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫോർ എ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കിതുപോലെ H(s) ഡൊമൈനിലുള്ള ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ H(z) യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡ്. അസ്യൂം t = 1 സെക്കൻഡ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ റിലേഷൻ അറിഞ്ഞിരിക്കണം. സോ നമുക്കിവിടെ ഗിവൺ ഡാറ്റ എന്താണ് തന്നിട്ടുള്ള എക്സ്പ്രഷൻ ഇതാണ്. സോ നമ്മളിവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മോഡിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ് വേണ്ടത്. സോ ഇത് തന്നിരിക്കുന്നത് ഈ ഒരു ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ എന്ത് ചെയ്യാം, വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ്: a/s+1 b/s+2 എന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ ന്യൂമറേറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെയാണ് മാറുക. ഇതിൽ ജസ്റ്റ് എസ്സിന് നമ്മൾ -1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടും, 2 ആയിട്ട് കിട്ടും. അതുപോലെ എസ്സിന് നമ്മൾ -2 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സാധനം 0 ആയി പോവും. ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, -2 ആയിട്ട് കിട്ടും. സോ നോർമൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. നമ്മളിതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. സോ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. നമ്മളിനി എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി, 2/s+1 -2/s+. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ ഒന്ന് മാറ്റണം. സോ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ടേമിലേക്ക് നമ്മളിതിനെ മാറ്റുന്ന സമയത്ത് എന്ത് വരും, 2/s-(-1) വരും. സെക്കൻഡ് ടേമിൽ 2/s-(-2) വരും. എന്നാലേ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തായി, ഓരോന്നും നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലായിട്ട് മാറി. നൗ എന്ത് ചെയ്യാം, നമുക്കിവിടെ ടിയുടെ വാല്യൂ 1 സെക്കൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. സോ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഈ ഫോമിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. സോ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ h(s)നെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം അല്ലേ. സോ 2/1 - (1) t വരുന്നുണ്ട്. t നമുക്കിവിടെ 1 ആണ്, z(-1). സോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. സെക്കൻഡ് ടേം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, 2/1 - (2) സോ ഈ രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, h(z) = ഇവിടെ എസ് ഡൊമൈനിനെ നമ്മളിപ്പോൾ z ഡൊമൈനിലേക്ക് മാറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് 2/1 - (-1) z(-1) മൈനസ് ദിസ് ടേം. ഇങ്ങനെ നമുക്ക് എഴുതി കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: e⁻1ൻ്റെ വാല്യൂ ഒക്കെ കാണുക, e⁻2ൻ്റെ വാല്യൂ കാണുക. എന്നിട്ട് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഫോമിൽ നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു IR ഫിൽട്ടർ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ഇതുപോലെ ഡയറക്റ്റ് h(s) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ സിംപ്ലി നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. യൂസിങ് ദിസ് റിലേഷൻ നമ്മളിതിനെ ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാം. സോ ഈ ഒരു എക്സ്പ്രഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.